മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ സർവ്വ മക്കളും സജ്ജമായി കഴിഞ്ഞു. സ്വദേശത്തും വിദേശത്തുമുള്ള മക്കളെ എല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പണം ചെയ്യുകയാണ്. മക്കളെ, നാം എന്ത് എന്നും നമ്മിലെ എന്ത് എന്നും വാസ്തവത്തിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ വാക്കുകളിലൂടെയാണ്. നമ്മിൽ എന്ത് എന്നും നാം എന്ത് എന്നും വാക്കിലൂടെയാണ് തിരിച്ചറിയുക. പ്രക്ഷുബ്ധമായിരിക്കുന്ന അവസ്ഥകളിലും പക്വതയാർന്ന വാക്കുകൾ പറയുക, അത് ഒരു ദൈവകൃപയാണത്. പൗലോസ്ലീഹ നമ്മോട് പറയുന്നു, ഫിലിപ്പിയർ 2:13, തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവഹിതം ആരായാനും ദൈവഹിതം പ്രവർത്തിക്കാനും ശക്തി തരുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ, എനിക്ക് തണലേകാൻ അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുണ്ട്. മകളെ, ഉചിതമായ സമയത്ത് ഉത്തമമായ കാര്യങ്ങൾ വിവേകത്തോടെയും വിജ്ഞാനത്തോടെയും സംസാരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഉത്തേജിപ്പ് നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. എങ്കിൽ മാത്രമാണത് സംഭവിക്കുക. ചിലരുടെ വാക്കുകൾ മരുന്നുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഫലിച്ചു തോർക്കുന്നില്ലേ? എന്നാൽ ചിലരുടെ വാക്കുകൾ ഹൃദയം മുറിഞ്ഞ് വേദനിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഓർമ്മിക്കുന്നില്ലേ? അതുകൊണ്ട് സംസാരത്തിലൂടെ അനേക പേർക്ക് ജീവനും അനേക പേർക്ക് ദുഃഖവും ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. സത്യസന്ധതയോടെ, ഹൃദ്യതയോടെ, ആത്മാർത്ഥതയോടെ, ശരിയായ അറിവോടെ സംസാരിക്കണമെങ്കിൽ ദൈവം ഒരു മനുഷ്യനെ ഉത്തേജിപ്പിക്കണം. അപ്രകാരം എത്രയോ സ്വർഗീയമായ നിമിഷങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് വചനം ശ്രവിക്കുന്ന ആന്തരികമായ മുറിവുള്ളവരിലേക്ക് ഈശോ കടന്നു വരട്ടെ. നമ്മെ തെറ്റിദ്ധരിച്ചവരുടെ പക്കലേക്ക് കർത്താവ് കടന്നു വരട്ടെ. നമ്മെ വ്രണപ്പെടുത്തിയവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് നീ കടന്നു വരണമേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവം പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുള്ള വരം കൊടുക്കണമേ. പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് പല വിധത്തിലുള്ള നിയോഗങ്ങൾ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളിലേക്ക് ദൈവശക്തി കടന്നു വരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, നിന്റെ തിരുഹൃദയത്തിൽ നിന്നും അഗ്നിജ്വാലകൾ പോലുള്ള സ്നേഹത്തിൻ്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.